ഇസ്ലാമിലെ പെണ്ണുങ്ങൾക്ക് അപ്പിയിടാനായിട്ടുള്ള അവകാശമുണ്ടോ? എനിക്കപ്പേ തോന്നി എന്തെങ്കിലും അപ്ലിക്കേഷൻ പറഞ്ഞ പോലെ ഉണ്ടോ? അല്ലെങ്കിൽ ഈ അപ്പിയിടാൻ മുട്ടുമ്പോൾ ആരെങ്കിലും അനുവാദത്തിന് കാത്തു നിൽക്കണോ? അവർ അനുവാദം തന്നാൽ മാത്രമേ അപ്പിയിടാൻ പോകാൻ പറ്റത്തുള്ളൂ. ഇസ്ലാമിൽ അങ്ങനെയൊന്നും കണ്ടില്ല. അതൊക്കെ എപ്പോഴാ മുട്ടിലേക്ക് പോയാടി ഇരുന്നോളി. ലോകത്തിലെ ഏറ്റവും വലിയ മുട്ടിയത് ആൾക്കാരാണ്. അതേതാ മുട്ടെടുത്ത് അടുക്കാൻ കഴിയില്ല. മുസ്ലിം സ്ത്രീകൾക്ക് അപ്പിയിടാനുള്ള അവകാശത്തിന് വേണ്ടി സമരത്തിനിറങ്ങുന്ന ഈ അപ്പിത്താത്താക്ക് ഈ രണ്ട് ചെക്കന്മാർ കൊടുത്തൊരു മറുപടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത് നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണും. ഇപ്പൊ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇസ്ലാമിലെ പെണ്ണുങ്ങൾക്ക് അപ്പിയിടാനായിട്ടുള്ള അവകാശമുണ്ടോ? എനിക്കപ്പേ തോന്നി എന്തെങ്കിലും അപ്ലിക്കേഷൻ പറഞ്ഞ പോലെ ഉണ്ടോ? അല്ലെങ്കിൽ ഈ അപ്പിയിടാൻ മുട്ടുമ്പോൾ ആരെങ്കിലും അനുവാദത്തിന് കാത്തു നിൽക്കണോ? അവർ അനുവാദം തന്നാൽ മാത്രമേ അപ്പിയിടാൻ പോകാൻ പറ്റത്തുള്ളൂ. ഇസ്ലാമിൽ അങ്ങനെയൊന്നും കണ്ടില്ല. അതൊക്കെ എപ്പോഴാ മുട്ടിലേക്ക് പോയാടി ഇരുന്നോളി. ലോകത്തിലെ ഏറ്റവും വലിയ മുട്ടിയത് ആൾക്കാരാണ്. അതേതാ മുട്ടെടുത്ത് അടുക്കാൻ കഴിയില്ല. നിങ്ങൾ ഹൈത്തമി ഉസ്താദിന്റെ ഈ 2 ദിവസം മുന്നേ ഉള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പെടുത്തൊന്ന് വായിച്ചു നോക്കണം. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്തിനാണ് ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വന്നിട്ട് മതം പഠിപ്പിക്കണമെന്നാണ്. സോഷ്യൽ മീഡിയ തുറന്ന ഫുൾ അപ്ലിക്കേഷനാണ് ഇപ്പൊ മതം പറഞ്ഞാണ്ട് എട്ടപ്പോ കാട്ടില്ല. എന്ത് കാര്യം ഞാൻ രാവിലെ പറഞ്ഞിട്ട് കാര്യമില്ല. പറക്കുമ്പോ എല്ലാവർക്കും തലച്ചോറ് കൊടുക്കും. ഇതതും കിട്ടിയില്ലോണ്ട് തീർച്ചയായിട്ടും അന്യമതത്തിലുള്ള ആളുകൾ, ക്രിസ്ത്യാനികൾക്കായിക്കോട്ടെ, ഹിന്ദുക്കൾക്കായിക്കോട്ടെ, അല്ലെങ്കിൽ മതമില്ലാത്തവർക്കായിക്കോട്ടെ, അവരിൽ ഒരു ഭയം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ആരാടി ഇവിടെ മതം പറഞ്ഞത്? അന്യമതം. ആരെ മതം ഉണ്ടാക്കിയത്? കാള ഇബ്ലീസ്. വർഗീയത പറയാന്ന് ഓള പറഞ്ഞത്. ഇപ്പൊ വർഗീയത പറയുന്നത് അന്യമതാണ്. ഇടയ്ക്കൊക്കെ ഈ ഖുറാനും ഹദീസും മാത്രമല്ല നോക്കേണ്ടത്. ഇതുപോലുള്ള കുറെ വായിക്കാനുള്ള ഒരുപാട് നല്ല പുസ്തകങ്ങളുണ്ട്. അതിപ്പോ എന്നോട് ആരും പറഞ്ഞില്ലേ ഖുർആൻ ഹദീസ് മാത്രം നോക്കാണ്. അല്ല ബാലനൊക്കെ പോയി വായിച്ചോ. അതിലുണ്ടാവും വല്ല കുറുക്കൻ അപ്പിട്ട കാര്യം അപ്പിക്കേറ്റ് എടുക്കുള്ളൂ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാനിട്ടൊരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടാണ് ഈ അപ്പിത്താത്ത ഒരു വീഡിയോ ഇറക്കി. അതിലാണ് ചരിത്ര പ്രസിദ്ധമായ മുസ്ലിം സ്ത്രീകൾക്ക് അപ്പിയിടാൻ ഇനി ആരുടെയൊക്കെ സമ്മതം വേണമെന്ന് എന്ന രീതിയിലൊരു അപ്പി സമര പ്രഖ്യാപനവുമായിട്ട് രംഗത്ത് വന്നത്. ഞാനെന്തായാലും ആ വീഡിയോക്ക് ഒരു മറുപടി കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതായി അവരുടെ പാടായി. അപ്പോഴാണ് ഞാൻ ഇന്നലെ ഇൻസ്റ്റയിൽ ഈ ഒരു വീഡിയോ കണ്ടത്. അതിന് കൊടുത്താൽ ആപ്റ്റായ മറുപടി, ഇതിലും നല്ലൊരു മറുപടി ഇനി വേറെ ഇതിനില്ല. ഇങ്ങനെ കുറേ മുസ്ലിം താത്താർ മുസ്ലിങ്ങളെ നേരാക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് അവകാശങ്ങളില്ല, മുസ്ലിം സ്ത്രീകൾക്ക് ഒന്നിനും കൊള്ളില്ല. ഇവരുടെ ലക്ഷ്യം എന്താണെന്നറിയോ? ഇസ്ലാമിനൊരു പ്രതിക്കൂട്ടിൽ നിർത്തുക എന്നാണ് അവരുടെ ലക്ഷ്യം. ഓരോ മതങ്ങളുടെ ആശയങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ആ മത ആശയങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകൾ, അത് പറയുന്ന ആളുകൾ, അതിലൊരുപാട് പിഴവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇവർ ഈ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തിയിട്ട് ഇസ്ലാമിനൊരു പ്രതിക്കൂട്ടിൽ നിർത്തുക, ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഒരു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതാണ് ഇവരൊരു നയം. ഈ മറുപടി കൊടുത്ത ചെറുക്കന്മാരെ ആരാണെന്ന് എനിക്കറിയില്ല. എന്തായാലും പൊന്നു മക്കളെ സൂപ്പർ. കാരണം എനിക്കിങ്ങനെ മറുപടി കൊടുക്കാനുള്ള ഹ്യൂമൻ സെൻസ് ഇല്ല. പിന്നെ ഈ രീതിയിലുള്ള മറുപടി കൊടുക്കാനുള്ള അറിവും എനിക്കില്ല. എന്തായാലും മക്കൾ നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ.